ക്രൈസ്തവ ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേർ കണ്ടിന്യൂ ചെയ്യുന്നു. അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. രാജാവ് മൊർദെഖായിയോട് പറഞ്ഞു, നിനക്ക് എല്ലാ അധികാരവും ഞാൻ തന്നിരിക്കുകയാണ്, മുദ്രമോതിരവും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആജ്ഞാപിക്കുന്നതായിട്ട് നീ ലെറ്ററിൽ എഴുതുക. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള പേർഷ്യൻ സാമ്രാജ്യം മുഴുവനും യഹൂദ ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാമാൻ എഴുതിയ കൽപ്പനകൾ പിൻവലിക്കുവാനായിട്ട് നീ എഴുതുക, മുദ്ര വയ്ക്കുക. എന്നിട്ട് ദൂതന്മാർ വഴി, നല്ല വേഗതയേറിയ കുതിരകൾ വഴി വേഗം പറഞ്ഞയക്കുക. എല്ലാ സ്ഥലത്തേക്കും കത്തുകളെത്തട്ടെ, യഹൂദ ജനതയെ സംരക്ഷിക്കട്ടെ. യഹൂദ ജനതയെ ഒരാളും ഇനി ദ്രോഹിക്കാൻ പാടില്ല. അങ്ങനെ ദ്രോഹിക്കുന്നവരെ അവരെ തീർത്തേക്കുക എന്നുള്ള രീതിയിലാണ് രാജാവ് മൊർദെഖായിയോട് ആജ്ഞാപിച്ചത്. മൊർദെഖായി എല്ലാം സ്പീഡിലാക്കി, എല്ലാം അയച്ചു. സമാധാനമായി. മൊർദെഖായി തൻ്റെ അധികാരപ്പോറോടുകൂടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാത്തവനെ കൊണ്ടും കൂടുതലായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും നീതിയാലെ വിധികൾ പ്രസ്താവിക്കുകയും ഒരു സ്ഥലത്തും അലങ്കോലമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ മൊർദെഖായി പേർഷ്യൻ സാമ്രാജ്യം മുഴുവനും ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള സ്ഥലങ്ങളിൽ യഹൂദനായ മൊർദെഖായി അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്ത സ്ഥാനക്കാരൻ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോന്നു. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. രാജ്ഞി സന്തോഷമായി. തൻ്റെ വളർത്ത് പിതാവ് മൊർദെഖായി അഹസ്വേരോസ് രാജാവിൻ്റെ ഏറ്റവും അടുത്ത സ്ഥാനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, യഹൂദ ജനതയ്ക്ക് വേണ്ടിയിട്ടും യഹൂദ ജനതയെ ഉപദ്രവിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ടും, ഉപദ്രവിക്കുന്ന ജനതയെ നശിപ്പിക്കുവാനാണ് രാജാവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യഹൂദ ജനതയെ ഉപദ്രവിക്കാത്ത എല്ലാ ജനതയ്ക്കും നീതിയോടെ, സമാധാനത്തോടെ, സത്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എന്താണ് വേണ്ടതെന്നുള്ള രീതിയിൽ, ഒരു അലമ്പത്തരവുമില്ലാത്ത രീതിയിൽ, ഒരു ഗുണ്ടാപ്രവർത്തനമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എസ്തേർ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.